എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കാത്തൊരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മറുപടി വന്നിട്ടുണ്ടാകും. പിന്നെ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവേ, ഇന്നലെ അങ്ങന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി തന്നു, ഇന്നെന്താ അങ്ങ് മൗനമായിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ ജീവിതത്തിൽ വരും. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താ ഉത്തരം? പലപ്പോഴും ദൈവം അനുഗ്രഹങ്ങൾ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അത് ക്രെഡിറ്റ് നമ്മൾ എടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയണേ? നിസ്സാരമാ. നമ്മൾ പറയും ദൈവത്തോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് മറുപടി തന്നു. അപ്പോൾ അവിടെ ആർക്കാ ക്രെഡിറ്റ് പോകുന്നത്? എനിക്ക്, അല്ലെ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു എന്നാണ് നമ്മൾ ആരോട് പറയുന്നത്? വേറൊരാളോട് നമ്മൾ ടെസ്റ്റിമണി പറയുമ്പോൾ അങ്ങനെയാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം ഉപവസിച്ചു, എന്നിട്ട് ഉപവാസത്തിന്റെ റിസൾട്ടാണ് എനിക്ക് ദൈവം തന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലെ? അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഞാനും അങ്ങനെയായിരുന്നു, അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെയാ. നമ്മൾ പറയും, നമ്മളെടുത്ത എഫേർട്ടിനെ കുറിച്ച് നമ്മൾ പറയും. എന്നിട്ട് പറയും, ഞാൻ ഇന്നത് ചെയ്തപ്പോൾ ദൈവം എനിക്ക് ഇന്നത് ചെയ്യുവാനായിട്ടിടയായി, അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തത് കൊണ്ട് എനിക്ക് ഈ വിഷയം നടക്കുവാനായിട്ടിടയായി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ഈ വിഷയം നടന്നു. ഇനി ചിലര് ശുശ്രൂഷകന്മാരെയൊക്കെ എടുത്തു നോക്കിയാൽ എന്താണ് അവരെന്താ പറയുന്നത്? അവർ പറയും, എന്നിലൂടെ ദൈവം ഈ ഒരു, അല്ലെങ്കിൽ ഞാൻ പ്രവചിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടി എന്ന് പലപ്പോഴും ഇവരും ക്രെഡിറ്റ് എടുക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ, ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിനല്ല മഹത്വം കൊടുക്കുന്നത്. പിന്നെ ആർക്കാ മഹത്വം കൊടുക്കുന്നത്? മഹത്വം കൊടുക്കുന്നത് നമ്മൾക്ക്, അല്ലെ? പ്രാർത്ഥിച്ച വ്യക്തിക്ക് മഹത്വം വരുവാനായിട്ട് ഇടയാകും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പറയുന്നതും, അല്ലെ? എന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറ്, അല്ലെ? അതുപോലെ തന്നെ ശുശ്രൂഷകന്മാർ, ഞാൻ ഭയങ്കര ശുശ്രൂഷകനാണ് അല്ലെങ്കിൽ ശുശ്രൂഷകയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് മഹത്വം മുഴുവൻ ആരെടുക്കും? അവനവൻ തന്നെ അങ്ങ് എടുക്കും. എന്നിട്ട് ഇതിനനുസരിച്ച് ചാർജ് കൂട്ടും, അല്ലെ? ഇന്നത്തെ ശുശ്രൂഷകന്മാര് അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് അവർ തന്നെ അങ്ങിടും. അവർ തന്നെ അവർക്കൊരു വിലയങ്ങിടും. ഞാൻ ഇന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഇത്ര പൈസ കിട്ടിയിരിക്കണം, ഞാൻ ഇന്ന മിനിസ്ട്രി ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പൈസ കിട്ടിയിരിക്കണം എന്ന് ഇങ്ങനെ ചെയ്യുവാനായിട്ട്, ഇങ്ങനെ പറയുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഇടയാകും. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, അത് ശുശ്രൂഷകന്മാരാകട്ടെ നമ്മളുടെ ജീവിതത്തിലുമാകട്ടെ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഓർക്കുക, അതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾക്ക് കാണുവാനായിട്ട് ലഭിക്കാതെ വരും. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഇന്നലെ നല്ല ശോഭിച്ചു നിന്ന ശുശ്രൂഷകന്മാരൊക്കെ ഇന്ന് കുറെ എന്താ പറയുക, കൊട്ടും പാട്ടും ബഹളവും ഉണ്ട് എന്നല്ലാതെ റിസൾട്ട് ഇല്ല, നോ റിസൾട്ട്. അതുപോലെ നമ്മളുടെ പ്രാർത്ഥനകൾക്കും ഇന്നലെ നല്ല റിസൾട്ട് ആയിരുന്നു, പക്ഷെ ഇന്ന് ഒരു ഉപകാരമില്ല, അതിനൊരു റിസൾട്ടും ഇല്ല. കാരണം എന്താ? കാരണം പലപ്പോഴും മഹത്വം ആർക്കായി പോകുന്നത്? നമ്മൾ തന്നെ മഹത്വം എടുക്കുക, എന്നിട്ട് നമ്മൾ ദൈവത്തെ അങ്ങ് സൈഡിലോട്ട് മാറ്റി നിർത്തും. കേൾക്കുന്നവരും എന്താണ്? ദൈവത്തിന് അവിടെ ഒരു സ്ഥാനവുമില്ല, ഈ വ്യക്തിയുടെ പുറകെ ആയിരിക്കും പിന്നെ, അല്ലെ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഒരു പ്രവാചകൻ നമ്മളോട് അല്ലെങ്കിൽ ഒരു പ്രവാചക ഒരു പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ? നമ്മൾ പിന്നെ അവരുടെ പുറകെയാ, അല്ലെ? അവർക്ക് പൈസ കൊടുക്കാൻ പോകും, അവരെയും കൊണ്ടാ നമ്മുടെ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങൾ വന്നു കഴിയുമ്പോഴും അവരുടെ അടുത്തോട്ടാണ് നമ്മൾ ഓടുന്നത്, അല്ലെ? അത് പാസ്റ്റർമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ബ്രദർമാരാണെങ്കിലും ആരുടെ വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ അവരുടെ പുറകെ പോകും. അവർക്ക് വേണ്ടി തന്നെ മഹത്വം എടുക്കുകയും ചെയ്യും, അല്ലെ? അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നൊരു വചനഭാഗമാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം. അപ്പോൾ ഈ 14-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട്, മോശ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വടി. അത് നീ കടലിന്റെ നേരെ നീട്ടാൻ, എന്നിട്ട് അതിനെ വിഭാഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് 21, പക്ഷെ മോശയോട് കൈ നീട്ടാൻ പറഞ്ഞു, ദൈവം അധികാരം കൊടുത്തു. പക്ഷേ 21-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, അല്ല 21-ാം വാക്യത്തിനകത്തോട്ട്, സെയിം അധ്യായം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മോശ കടലിന്മേൽ കൈ നീട്ടി. എന്നിട്ട് മോശ കൈ നീട്ടിയപ്പോൾ അല്ല അത്ഭുതം നടന്നത്. അവിടെ അടുത്ത വാക്യത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നെക്സ്റ്റ് സെന്റൻസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, യഹോവ അന്ന് രാത്രി മുഴുവൻ ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. അങ്ങനെ
ആ വെള്ളം രണ്ട് സൈഡിലും മതിലായിട്ട് നിന്നു. ഉണങ്ങിയ നിലം തെളിവായി വന്നു. അതിലൂടെ ഇസ്രായേൽ ജനം അക്കരെ കടന്ന് അല്ലെ അവരെ ദൈവം രക്ഷപ്പെടുത്തിയെന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, അവിടെ മോശ കൈ നീട്ടിയത് കൊണ്ടാണോ അത്ഭുതം നടന്നത്? അല്ല, അത്ഭുതം നടന്നത് എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞത് മോശ അനുസരിച്ചു. മോശയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ കൽപ്പിച്ചു, വടി നീട്ടി. അതിവിടെ മോശ ചെയ്തപ്പോൾ പ്രവർത്തിച്ചത് ആരാ? ദൈവമാ പ്രവർത്തിച്ചത്. ദൈവത്തിന്റെ കാറ്റങ്ങ് അടിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ വെള്ളം രണ്ട് മതിലായിട്ട് നിൽക്കുവാനും ആ ഉണങ്ങിയ നിലത്തൂടെ ജനം അക്കരെ കടന്നു പോകുവാനും ഇടയായി തീർന്നു എന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, അപ്പോൾ ഈ വചനഭാഗം എല്ലാം നമ്മൾക്ക് എന്താ പറയാ, ദൈവം പഠിപ്പിച്ചു തരുന്നത് എന്തിനാ? നമ്മളുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല അത്ഭുതങ്ങൾ നടക്കുന്നതും പ്രാർത്ഥനകളുടെ മറുപടി വരുന്നതും. അതെന്തുകൊണ്ടാണ്? ദൈവം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് ലഭിക്കുന്നത്? ആ അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ മഹത്വം ആർക്കാ പോകണ്ടേ? നമ്മൾക്കാണ് മഹത്വം വരേണ്ടത്? അല്ല, മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നടന്ന അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നില്ല എങ്കിൽ, ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ചെയ്ത അത്ഭുതങ്ങൾ നാളെ നടക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടതാണ്. എങ്ങനെയാ ശോധന ചെയ്യേണ്ടത്? നമ്മൾ ഇരിക്കണം. മഹത്വം ആർക്കാ കൊടുത്തത്? ദൈവത്തിനാണോ കൊടുത്തത്? നമ്മൾ തന്നെ എടുക്കുവാണോ ചെയ്തതെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നത്, അല്ലെ? ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആ മഹത്വത്തിന് യോഗ്യനായവൻ ആരാ? നമ്മുടെ കർത്താവ് മാത്രമാണ്, അല്ലെ? അപ്പോൾ ആ മഹത്വത്തിന്റെ രാജാവിനെ നമ്മൾ എന്ത് കൊടുത്തോണം? മഹത്വം കൊടുത്തോണം. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? നമ്മൾ പറയേണ്ടത് എങ്ങനെയാ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം വിടുതൽ തന്നു എന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം ദൈവം ചെയ്തു തരുവാനായിട്ട് ഇടയായി. ഇനി അടുത്ത തന്നെ അതിന്റെ മുൻപിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതും എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതിന്റെ റിസൾട്ട് അല്ല, നമ്മൾ അത് ചെയ്തത് കൊണ്ട് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി ദൈവം ചെയ്തതാ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ ഉപവസിച്ചത് കൊണ്ടോ അല്ല. നമ്മളത് ചെയ്തപ്പം ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി ദൈവം അതിന്റെ റിസൾട്ട് തരുവാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ: എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്തു. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അറയിൽ കയറി കഥ കടച്ചിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റാരും അറിയണ്ട, സ്വർഗസ്ഥനായ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. കാരണം വേറെ ആരും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേറെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാലത്തെ വിഷയം എന്താണെന്നറിയാമോ? അവിടെ മഹത്വം നമുക്ക് മഹത്വം തരും. എന്ന് വെച്ചാൽ അവർ പറയും, അയ്യോ ഇത് ഭയങ്കര പ്രാർത്ഥനക്കാരിയാണേ, അല്ലെങ്കിൽ ഭയങ്കര പ്രാർത്ഥനക്കാരനാണേ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപവസിക്കുന്ന ആളാണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് പൊക്കി പിടിക്കുവാനായിട്ട് ഇടയാകും. ആക്ച്വലി അതിന്റെ അല്ല റിസൾട്ട്. ഇനി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ ദൈവം കൃപ തന്നില്ല എങ്കിൽ നമുക്ക് പറ്റുമോ? പറ്റത്തില്ലല്ലേ? നമ്മൾക്ക് ആരോഗ്യവും ആയുസ്സും എല്ലാം ദൈവം തരുമ്പോഴാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നത്. ദൈവം കൃപ തരുമ്പോഴാണ് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരുന്ന 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് അതിൽ കൂടുതൽ വല്ലതും നടക്കുമോ? നടക്കത്തില്ല. ബാക്കിയുള്ള പ്രാർത്ഥിക്കുവാനുള്ള കൃപ ആരാ തരുന്നത്? ദൈവമാ തരുന്നത്. അതുപോലെ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്തിനാ? അവരുടെ നാമം മഹത്വം എടുക്കാനല്ല. അവര് ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിയുമ്പോൾ ദൈവം അവരെ മാനിക്കേണ്ടതുപോലെ മാനിക്കും. പക്ഷെ ക്രെഡിറ്റ് ആരെടുക്കരുത്? ശുശ്രൂഷകന്മാർ ഒരിക്കലും ക്രെഡിറ്റ് എടുക്കരുത്. കാരണം എന്താണ്? അവരുടെ ശക്തി കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ദൈവം ദാനമായിട്ട് കൊടുത്തു. അത് നിങ്ങൾ ദാനമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് ഇത്ര പൈസ വേണം, ഞാൻ വരണമെങ്കിൽ എനിക്ക് ഇത്ര വേണം, ഡിമാൻഡ് വെക്കുന്നവരുടെ ജീവിതത്തിൽ വല്ലതും നടന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ ചുമ്മാ ഇളക്കപ്പറക്കം ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും സംഭവിക്കാറില്ല. മുഴുവൻ മഹത്വം കൊടുത്ത് ദൈവം അയക്കുന്നിടത്തേക്ക് ദൈവമേ ഞാൻ പോകാം, അങ്ങ് എന്നയിലൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ് നമ്മളൊരു സമ്പൂർണ്ണ സമർപ്പണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവം അതിശക്തമായിട്ട് ശുശ്രൂഷകന്മാരെ എടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുവാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു അതിപ്രധാനമായ ഒരു മർമ്മം നമ്മൾ തിരിച്ചറിയണം. ഇത് ഇന്നലെ രാത്രിയിൽ എൻ്റെ ജീവിതത്തിലും ദൈവം വളരെ ശക്തമായിട്ട് ഇടപെട്ടതാണ്. കാരണം പലപ്പോഴും ഞാൻ ക്രെഡിറ്റ് എടുക്കും. എന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് ഈ ഒരു വിഷയം എനിക്ക് നിറവേറ്റി തന്നു, അല്ലെങ്കിൽ ഞാൻ ഉപവസിച്ചിട്ട് ദൈവം എനിക്ക് ഇന്ന വിഷയത്തിന് വിടുതൽ തന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ദൈവം അവിടെ ഒന്ന് തിരുത്തിയതാണ്. കാരണം മഹത്വം ആർക്കാ കൊടുക്കണ്ടേ? ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്താൽ മതി. നമ്മൾക്ക് എടുക്കാനൊന്നുമില്ല. കാരണം നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് ചെയ്യുന്നതല്ലേ. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ദൈവം നമ്മളെ സഹായിപ്പിക്കും. അത് നമ്മളുടെ കഴിവ് കൊണ്ടാണോ? അല്ല.
ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് അവരിലൂടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇന്നലെ തന്നെ അത് ഏറ്റെടുത്തു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടോ ഞാൻ ഉപവസിച്ചിട്ടോ എന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് ഞാൻ ഇന്നലെ ദിവസത്തിൽ തീരുമാനമെടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അതുപോലെ നിങ്ങളും തീരുമാനമെടുക്കുക. ദൈവം അത്ഭുതങ്ങളുടെ കലവറ നമ്മളുടെ ജീവിതത്തിൽ തുറക്കുവാനായിട്ടിടയാകും. കാരണം മഹത്വം ദൈവത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ശുശ്രൂഷകന്മാരുടെ, ശുശ്രൂഷക്കാരത്തികളുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.